എൻ്റെ മകനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനാണ് കോടതിയിൽ കേസ് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന്. 2021 ഞാനാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. പുള്ളിക്കാരത്തി അല്ല, ഞാനാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. കാര്യം എൻ്റെ കൂടെ ഇനി ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് നിയമപരമായി പിരിയാം. അപ്പം ഞാനാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനാണ് കേസ് കൊടുക്കുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പല സാഹചര്യങ്ങളിൽ വരാതിരിക്കുന്നു. എനിക്ക് എൻ്റെ മകനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനാണ് കോടതിയിൽ കസ്റ്റോഡിയൻഷിപ്പ് ചോദിച്ച് കേസ് കൊടുത്തത്. ഇപ്പോൾ പല സാഹചര്യത്തിലും ഞാൻ ഇതൊക്കെ വേണോ വീണ? അല്ല, അത് നമുക്ക് നമ്മുടെ നെയിം ക്ലിയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരിക്കുമല്ലേ ഇത്? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ കുറെ പുകപടലങ്ങളിൽ നിൽക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതാ. ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെ, ബുദ്ധിമുട്ടെന്നല്ല. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ഇതിൽ പറയണമെന്നുള്ളത് എൻ്റെ കൺഫ്യൂഷൻ ഉള്ളത്. ഞാൻ ഇപ്പോൾ ഫോൺ എടുത്തത് തന്നെ ഞാൻ പുള്ളിക്കാരത്തിക്ക് അയച്ച മെസ്സേജാണ്. പുള്ളിക്കാരത്തിക്ക് ഞാൻ ഒരു ദിവസം എത്ര മെസ്സേജുകൾ അയക്കുമെന്നറിയോ? എനിക്ക് മകനെ കാണണം, എനിക്ക് എൻ്റെ മോനെ കാണിച്ചു തരാൻ പറ്റുമോ, എത്ര പ്രാവശ്യം ഫോൺ വിളിക്കുമെന്നറിയോ? പുള്ളിക്കാരത്തി എൻ്റെ ഫോൺ എടുക്കാറില്ല. അപ്പം മകനെ കാണണമെങ്കിൽ ബേസിക്കലി ആദ്യം ഫോണല്ലേ എടുക്കേണ്ടത്. ഫോൺ എടുത്ത് സംസാരിച്ചാലല്ലേ എനിക്ക് മോനെ കാണാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് കാശ് കിട്ടേണ്ട കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ടല്ലോ, ഒരു 15-20 കാശ് വൈകി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി വിളിക്കും, യൂട്യൂബിൽ കയറി കമൻറ്റ് ചെയ്യും. നമ്മളൊരു എഗ്രിമെൻറ്റിലാണ് പുറത്തിറങ്ങിയത്.